PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 39/2023. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കു മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കുവരെ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത് ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഥാർ മരുഭൂമി. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അഞ്ചാമത്തെ ചോദ്യം, സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, പശ്ചിമ ബംഗാൾ. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വിജയനഗര. ഏഴാമത്തെ ചോദ്യം, അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ടൗട്ടെ. എട്ടാമത്തെ ചോദ്യം, കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം, അതായത് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയാണ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം, കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൂർ. പത്താമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. പള്ളിവാസലും ചെങ്കുളമാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്നവ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇടിമലയാറും ഷോളയാറും ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്നവയല്ല. ഇടിമലയാർ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം, അതായത് പമ്പ, കക്കി. 12ാമത് ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, താലൂക്ക്. 13ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 3ഉം. PT ഉഷ, TC യോഹന്നാൻ, 3 KM ബീനാമോൾ. 14ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, പെരിയാർ. 15ാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, കാസർഗോഡ്. 16ാമത്തെ ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, നീണ്ടകര. 17ാമത് ചോദ്യം,
കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. കുറവുള്ള ജില്ല വയനാടാണ്. 18ാമത് ചോദ്യം. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, മിനിമോൾ എബ്രഹാം. 19ാമത് ചോദ്യം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഇരവിപേരൂർ. 20ാമത് ചോദ്യം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബംഗാൾ. 21ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പ്രേമാശ്രമം. പ്രേമാശ്രമം എഴുതിയത് പ്രേംചന്ദാണ്. 22ാമത് ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ, അരുണ അസഫ് അലി. 23ാമത് ചോദ്യം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, പണ്ഡിത രമാബായ്. 24ാമത് ചോദ്യം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. 25ാമത് ചോദ്യം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഉത്തരം ബി ഡി മിശ്ര. 26ാമത് ചോദ്യം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1930, 31, 32. 27ാമത് ചോദ്യം. വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 28ാമത് ചോദ്യം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നത് വില്ലുവണ്ടി സമരം നയിച്ചു, സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു, ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി, മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി. ഉത്തരം ഓപ്ഷൻ എ ആണ്, വില്ലുവണ്ടി സമരം നയിച്ചു. അത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 29ാമത് ചോദ്യം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനു സഹായമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങൾ. 30ാമത് ചോദ്യം. എ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? എ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂർ മുതൽ മദ്രാസ് വരെ. 31ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. 32ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. അതായത് വക്കം അബ്ദുൽ ഖാദർ, ക്യാപ്റ്റൻ ലക്ഷ്മി.
33-ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. 34-ാമത്തെ ചോദ്യം, ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. 35-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇരിക്കുന്നത് 1. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. അത് തെറ്റാണ്. എഴുതപ്പെട്ട ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 2. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അത് ശരിയാണ്. 3. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 4. 6 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയായിട്ടുള്ളത്. 36-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏത്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? 1. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. അത് തെറ്റാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹ കൃതികളാണ്. അതും ശരിയാണ്. 4. തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം. അത് തെറ്റാണ്. കണ്ണൻമൂലക്കടുത്ത് കൊല്ലൂർ എന്ന സ്ഥലത്താണ് ജനനം. അത് തിരുവനന്തപുരത്താണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 37-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 38-ാമത്തെ ചോദ്യം, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ദ്വിതീയ മേഖല. 39-ാമത്തെ ചോദ്യം, പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. 2. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 40-ാമത് ചോദ്യം, ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. RRB നിലവിൽ വന്നത് 1975-ലാണ്. 41-ാമത് ചോദ്യം, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് എന്താണ്? സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, നവ ഉദാരവൽക്കരണം. 42-ാമത് ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, സുമൻ ബറി. 43-ാമത് ചോദ്യം, കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർ പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മെഡിസെപ്പ്. 44-ാമത്തെ ചോദ്യം, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് എന്താണ്? കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, തളിര്. 45-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, കുൽദീപ് യാദവ്. 46-ാമത്തെ ചോദ്യം, മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏതാണ്? മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1952. 47-ാമത്തെ ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര് എന്താണ്? ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ
ബഹിരാകാശത്തേക്ക് എത്തിച്ച പേടകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി വോസ്റ്റോക്ക് 1. 48ാമത്തെ ചോദ്യം, ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ്? ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ 21. 49ാമത്തെ ചോദ്യം, 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഹരിഹരൻ. 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി എൻ കരുൺ. 50ാമത് ചോദ്യം, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹരിയാന. 51ാമത് ചോദ്യം, 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഉത്തരം വരുന്നത് ഡെയ്മൻ ഗാൽഗട്ടിനാണ് 2021 ലഭിച്ചത്. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് സാമന്ത ഹാർവേ. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. 52ാമത്തെ ചോദ്യം, 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റോം. 53ാമത്തെ ചോദ്യം, ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചെറുകുടൽ. 54ാമത്തെ ചോദ്യം, ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ നിശാന്തത. 55ാമത്തെ ചോദ്യം, സങ്കരയിനം തക്കാളി ഏതാണ്? സങ്കരയിനം തക്കാളി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുക്തിയാണ് സങ്കരയിനം തക്കാളി. അനാമിക വെണ്ടയുടേതാണ്, പവിത്ര നെല്ലിൻ്റേതാണ്, ഹരിത വഴുതനങ്ങയുടേതാണ്. 56ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തെന്മല. 57ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. 58ാമത് ചോദ്യം, ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ കോവാക്സിൻ. 59ാമത് ചോദ്യം, നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏത്? നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വൈറസ്. 60ാമത് ചോദ്യം, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതി ഏത്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഉത്തരം ഓപ്ഷൻ സി വികിരണം. 61ാമത് ചോദ്യം, 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഉത്തരം ഓപ്ഷൻ ബി 30 ഡിഗ്രി. 62ാമത് ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. 63ാമത് ചോദ്യം, ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ദ്രാവകത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആർക്കിമിഡീസ്. 64ാമത്തെ ചോദ്യം, ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു. 65ാമത്തെ ചോദ്യം, ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആരാണ്? ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആര്?
ഉത്തരം ഓപ്ഷൻ സി ജെഫ് ബെസോസ്. 66-ാമത്തെ ചോദ്യം. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി മൈക്കൽ കോളിൻസ്. 67-ാമത്തെ ചോദ്യം. ബാക്ക് ടു ബേസിസ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിസ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി കൊറോണ വൈറസ്. 68-ാമത്തെ ചോദ്യം. നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആരാണ്? നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി വീണ ജോർജ്. 69-ാമത്തെ ചോദ്യം. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വൈറസ്. ഓർത്തോമിക്സോ വൈറസ് കാരണമാണ് പക്ഷിപ്പനി. 70-ാമത്തെ ചോദ്യം. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ലോക ജനസംഖ്യാ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ജൂലൈ 11. 71-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ജനീവ. 72-ാമത്തെ ചോദ്യം. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ. 73-ാമത്തെ ചോദ്യം. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ ബി വില്ലൻ ചുമ. 74-ാമത്തെ ചോദ്യം. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏതാണ്? സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഈഡിസ്. 75-ാമത്തെ ചോദ്യം. സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം ഏതാണ്? സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1975. 76-ാമത്തെ ചോദ്യം. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 1000. 77-ാമത്തെ ചോദ്യം. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? അതായത് ഓറൽ ഡീഹൈഡ്രേഷൻ തെറാപ്പി. ഉത്തരം ഓപ്ഷൻ സി ആണ് വയറിളക്ക രോഗങ്ങൾ. 78-ാമത്തെ ചോദ്യം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പൂനെ. 79-ാമത്തെ ചോദ്യം. മെലിഞ്ഞ രോഗം അതായത് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏത്? മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എയ്ഡ്സ്. 80-ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോൾ? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി 2010. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.